ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ മാസ്കുലിൻ എനർജിയിലാണ് ഉള്ളത്. അതായത് ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്, കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല. ഇവർ സ്റ്റക്കായിട്ടിരിക്കുന്നത് കാരണം നിങ്ങളും സ്റ്റക്കായിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കും തോന്നുകയാണ് എന്താ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്ന, കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ലല്ലോ എന്ന്. ഇവിടെ ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ട് ഡിവൈൻ ഇൻ്റർവെൻഷൻ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഡിവൈൻ ഇടപെടുകയാണ് ലവ് ലൈഫിൽ, അതായത് നിങ്ങൾക്ക് വേണ്ടി ഡിവൈൻ ഇടപെടുവാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയാണ് ഇവിടെ കാണുന്നത്. ഡിവൈൻ ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതാണ്. ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ട് ഒരു സാക്രിഫൈസ് അല്ലെങ്കിൽ ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ട് ഒരു മൂവ്മെൻറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ പൂർണ്ണ ദിവസവും ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ടാണ് ഇവർക്ക് ഉണ്ടാവുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ട് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം മുഴുവനും. ഇവിടെ ഇവർ എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്തത്, എന്താണോ ഇവരുടെ വിഷ്, അതിൻ്റെ നേർക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ നേരെ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് ഒരു ആക്ഷൻ ഇവർ എടുക്കാൻ പോവുകയാണ്. ഇനി ഈ ഒരു ആക്ഷനിൽ നിന്ന് ഇവർ മാറത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊരു ട്രാൻസ്ഫർമേഷൻ്റെ ആ ഒരു പീരീഡായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണിൽ ഒരു വലിയൊരു ഷിഫ്റ്റ് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക്. ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളോട് ഭയങ്കരമായിട്ട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഓവർ പൊസസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ എക്സ്ട്രീമിലി റൊമാൻറ്റിക് ആയിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഇവരിൽ നിന്ന് ദൂരെ പോകാൻ നോക്കുകയാണ് എങ്കിൽ ഇവർ പിറകെ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് ചേസ് ചെയ്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വളരെ പോസിറ്റീവ് എനർജി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങളുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവാൻ പാടില്ല. ഇന്നത്തെ ദിവസം ഇവരുടെ എനർജി വളരെ പോസിറ്റീവാണ്. ഇനി നിങ്ങൾ വളരെ എക്സ്ട്രീമിൽ പോയി ഇവരുടെ മേൽ ബ്ലെയിം ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും സംശയപ്പെടുകയോ അങ്ങനെ ഒന്നും ചെയ്യാൻ പോവരുത് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവരുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് നേരെ വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇമോഷണൽ മൈൻഡിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ ലോജിക്കിനെ എല്ലാം ഒരു സൈഡിൽ വച്ചിട്ട് ഇമോഷണലായിട്ട് ഒരു ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ദിവസം ഇവരുടെ ഹാർട്ട് കൊണ്ടാണ് എല്ലാ ഡിസിഷനും എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ല കാര്യമാണ്. ഒരു വ്യക്തി ഹാർട്ട് കൊണ്ടാണ് ഡിസിഷൻ എടുക്കുന്നത് എങ്കിൽ അപ്പോൾ അവരുടെ ഹാർട്ട് എന്താണോ അവരോട് പറയുന്നത് അതെല്ലാം അവർ കേൾക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫയർ എനർജിയിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആക്ഷൻ എടുക്കാനുള്ള എനർജിയിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ ഇവിടെ വളരെയധികം ആലോചിച്ച് ചിന്തിച്ചാണ് ആക്ഷൻ എടുക്കുന്നത്. അല്ലാതെ ഒരു ദേഷ്യത്തിൽ ആക്ഷൻ എടുക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആക്ഷൻ എടുത്തിട്ട് പിന്നെ മാറ്റി പറയുന്ന അങ്ങനെ ഒരു രീതിയിലല്ല ഇവർ ആക്ഷൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് വളരെയധികം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നല്ല ഒരു മാനസിക അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നത്. അല്ലാതെ പിന്നെ നിങ്ങളെ കുറ്റം പറയത്തില്ല, നിങ്ങൾ കാരണമാണ് ഞാൻ ആക്ഷൻ എടുത്തത്, എനിക്കിപ്പോൾ ഇങ്ങനെ അവസ്ഥ വന്നല്ലോ എന്ന് ഒരിക്കലും അങ്ങനെ ഇവർ ഒരിക്കലും പറയത്തില്ല. കാരണം അത്രമാത്രം ആലോചിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രമാണ് ഇവർ ആക്ഷൻ എടുക്കുന്നത്. കൂടാതെ ഇവർക്ക് നിങ്ങളോടുള്ള ആ ഒരു റിയലൈസേഷനും ഉണ്ടാകുന്നതാണ്. അതായത് നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് ഇവർ വച്ചു, നിങ്ങളെ മോശമായിട്ട് വഴക്ക് പറഞ്ഞു, ഇല്ല എങ്കിൽ നിങ്ങളെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാക്കി, ബ്ലോക്ക് സിറ്റുവേഷനിലാക്കി, അതിൻ്റെ എല്ലാ കാര്യത്തിലും ഇവർക്ക് പശ്ചാത്താപമുണ്ട്. ഇവർ ആഗ്രഹിക്കുന്നത് വളരെയധികം ബാലൻസ് ആയിട്ട് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ മാരേജ് ചെയ്യണമെന്നാണ്. ഇവർ നിങ്ങളുമായിട്ട് കംപ്ലീറ്റ് ആവാൻ ആഗ്രഹിക്കുകയാണ്, ഇവരുടെ വിഷാണത്. അപ്പോൾ ഇവരുടെ ഈ ഒരു എനർജി ആർക്കും തടസ്സപ്പെടുത്തുവാൻ സാധിക്കില്ല. ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത്, ഇവരുടെ വിഷ് എന്താണോ ഇത് ഇവർ നടപ്പിലാക്കുന്നതാണ്. എന്തോ ഒരു കാര്യം ഇവിടെ അവസാനിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് ഒരു നല്ല കാര്യം സംഭവിക്കാൻ വേണ്ടി എന്തോ ഒരു മോശകാര്യം അവസാനിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവരുടെ പ്ലാനിങ് അക്കോർഡിങ്ങിലായിരിക്കും ഉണ്ടാവുക. കാരണം ഇവർ കുറേ നാളായിട്ട് സ്റ്റക്ക് സിറ്റുവേഷൻ അനുഭവിക്കുകയാണ്.
ഇവർ നേരിടുന്ന ആ ഒരു സഫറിങ് എൻഡ് ആക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ പോസിറ്റീവാണ്. ഇനി നമുക്ക് ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ 3 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നതാണ്. ചില ആൾക്കാർക്ക് ഈ ഒരു എനർജി 30 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ റെസൊണേറ്റ് ആകുന്നതാണ്. ഇവിടെ മാതൃകായ നിങ്ങളുടെ ലൈഫിലേക്ക് സെലിബ്രേഷൻ കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാരുടെ ലൈഫിൽ സെലിബ്രേഷൻ വരാൻ പോകുകയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഹാർട്ട് ചക്ര എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ട് എങ്കിൽ ഹീലിംഗ് നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഹീലിംഗ് വളരെ വേഗത്തിൽ നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ. ഇവർ വളരെ പവർഫുള്ളായിട്ടുള്ള രീതിയിലാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് നിങ്ങളെ. ഇവിടെ മാതൃകായുടെ വൈബ്രേഷൻ പറയുന്നത് വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു യൂണിയൻ ഉണ്ടാവാൻ പോകുന്നു എന്നാണ്. ഇവിടെ മാതൃകായ ഹാർമോണിയസ് ആയിട്ടുള്ള റീയൂണിയനും സെലിബ്രേഷനുമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു യൂണിയനാണ് ഉണ്ടാവാൻ പോകുന്നത്. അതായത് നിങ്ങൾ ശാന്തമായിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും യൂണിയൻ സംഭവിക്കുന്നു, നിങ്ങൾക്ക് മാത്രം സംഭവിക്കുന്നില്ല. അപ്പോൾ സഡനായിട്ട് അവരുടെ മെസ്സേജോ കോളോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് അവർ ചോദിക്കുന്നു, സുഖമാണോ നിങ്ങൾക്ക്, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ആക്ഷൻ എടുക്കാൻ പോകുകയാണ് എന്ന്. അതായത് സഡനായിട്ടൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവരുടെ കോളോ മെസ്സേജോ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ജീവൻ വരുന്നതാണ്. നിങ്ങൾ കേവലം ഒരു സോള് ഇല്ലാത്ത ഒരു ബോഡി മാത്രമായിരുന്നു. ബോഡിക്ക് വേണ്ടി ആഹാരം കഴിക്കുക, ബോഡിക്ക് വേണ്ടി നിങ്ങൾ ജോലി ചെയ്യുന്നു, ബോഡിക്ക് വേണ്ടി നിങ്ങൾ കുളിക്കുന്നു, അങ്ങനെയൊക്കെ എല്ലാം ബോഡിക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ. അല്ലാതെ നിങ്ങളുടെ സോൾ നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു, വെറും ഒരു ബോഡി മാത്രമായിരുന്നു നിങ്ങൾ. പക്ഷേ ഇവരുടെ കോളോ മെസ്സേജോ വരുമ്പോൾ നിങ്ങളുടെ സോൾ നിങ്ങളുടെ ഉള്ളിൽ വരികയും നിങ്ങൾക്കൊരു ജീവൻ വരികയും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഒരു കോൾ വരുമ്പോൾ നിങ്ങളിൽ ഒരു ജീവൻ വരുമ്പോൾ നിങ്ങൾ സെൽഫ് ലെവൽ വരും. അതെ, എനിക്ക് എൻ്റെ പേഴ്സണിന് വേണ്ടി നല്ല വൃത്തി ഒരുങ്ങണം, നല്ല വൃത്തി ഡ്രസ്സ് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു തോന്നൽ നിങ്ങൾക്ക് വരും. അപ്പോൾ സഡനായിട്ട് നിങ്ങളിൽ പല ആൾക്കാരും ഈ ഒരു ഹാപ്പി ആയിട്ടുള്ള എനർജിയിൽ വരുന്നതാണ്. ഇവിടെ 111ൻ്റെ വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. 33യുടെ വൈബ്രേഷനും കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഒരു ഡെസ്റ്റിനി ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തമ്മിൽ ഒന്നാവുന്നതാണ്. നിങ്ങൾ പോസിറ്റീവായിട്ടിരുന്നാൽ മാത്രം മതി. ഇവിടെ ഒത്തിരി ന്യൂ ബിഗിനിങ്ങിൻ്റെ വൈബ്രേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റീഡിംഗ് നിങ്ങൾ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക. കാരണം ക്ലെയിം ചെയ്യേണ്ട കാര്യങ്ങൾ പലതും ഈ ഒരു വീഡിയോയിലുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോയിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.